നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. PSC +2 ആൻഡ് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ സിലബസ് ബേസ്ഡ് ക്ലാസ് ആണ്. ഇന്ന് മലയാളമാണ് ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് ചേർത്തെഴുതുക. അപ്പോൾ വളരെയധികം പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്, സിലബസിലുള്ള ടോപ്പിക്കാണ്. ഇനി നമുക്ക് കുറച്ച് ദിവസം മാത്രമേ എക്സാമിനുള്ളതെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ചെയ്യാനുള്ളത് റിവിഷനാണ്. അപ്പോൾ പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റിയൊരു ആപ്പ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. PSC ചലഞ്ചർ എന്നാണ് ആപ്പിന്റെ പേര്. ഈ ആപ്പിൽ നമ്മുടെ +2 ലെവൽ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടോപ്പിക് വൈസ് എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ക്യുസിന്റെ രൂപേണ ഒരു റിവിഷൻ എന്നോണം കയറി അറ്റൻഡ് ചെയ്ത് നോക്കാവുന്നതാണ്. കൂടാതെ ഇതൊരു ഗെയിമിംഗ് ആപ്പും കൂടിയാണ്. ഗെയിംസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു കോമ്പീറ്റന്റ് ഉണ്ടായിരിക്കും. ആ കോമ്പീറ്റന്റുമായിട്ട് PSC ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോമ്പീറ്റ് ചെയ്യാം. അതിൽ വിന്നർ ആവുന്നവർക്ക് പോയിന്റ്സും കിട്ടുന്നതാണ്. അതാണ് ഈ ആപ്പിന്റെ പ്രത്യേകത. അപ്പോൾ നമുക്ക് കളിച്ചുകൊണ്ട് പഠിക്കാം, ഇതാണ് ഇതിന്റെ മോട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് കയറി ഡൗൺലോഡ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന ആപ്പ് തന്നെയാണ്, റിവിഷന് ബെസ്റ്റ് ആയിട്ടുള്ള ആപ്പാണ്. ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കയറി ചെക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. ചേർത്തെഴുതുക. അപ്പോൾ ആദ്യം തന്നെ PSC മുൻ വർഷങ്ങളിൽ ചോദിച്ച 1-2 ചോദ്യങ്ങളാണ് പറയുന്നത്. അതുവഴി നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഇത് 2018 സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന് ചോദിച്ച ചോദ്യമാണ്. ചേർത്തെഴുതുക. ചോദിച്ച ചോദ്യം ഇതാണ്: ഹൃദ് പ്ലസ് വികാരം. ഹൃദ് പ്ലസ് വികാരം ചേർത്തെഴുതിയാൽ എങ്ങനെയാണ് വരുന്നത്? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഓപ്ഷൻ എ ഹൃദയ വികാരം, ഓപ്ഷൻ ബി ഹൃദ്വികാരം, ഓപ്ഷൻ സി ഹൃദ്വികാരം, ഓപ്ഷൻ ഡി ഹാർദവം. ഇത് കഴിഞ്ഞ സെക്രട്ടറി അസിസ്റ്റന്റ് എക്സാമിന് ചോദിച്ചതാണ്. ഹൃദ് പ്ലസ് വികാരം എങ്ങനെയാണ് ചേർത്തെഴുതുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ ബി ആണ് ഉത്തരം, ഹൃദ്വികാരം. ഇവിടെ എന്താ സംഭവിച്ചത് എന്ന് പറഞ്ഞാൽ ത് എന്ന അക്ഷരം അല്ലെങ്കിൽ വർണ്ണം പോയിട്ട് ദ എന്ന വർണ്ണമാണ് വന്നു ചേർന്നത്. അപ്പൊ ത് എന്ന വർണ്ണം പോയിട്ട് ഏത് വർണ്ണം വന്നു ചേർന്നു? ദ എന്ന വർണ്ണം വന്നു ചേർന്നു. ഇത് ഏത് സന്ധിയാണ്? ആദേശ സന്ധിയാണ്. അതായത് ഒരു വർണ്ണം പോയി മറ്റൊരു വർണ്ണം വന്നു ചേരുക. ആ ദേശത്ത്, ആ സ്ഥാനത്ത് തന്നെ മറ്റൊരു വർണ്ണം വന്നു ചേരുക, അതാണ് ആദേശ സന്ധി. അപ്പൊ ഹൃദ് പ്ലസ് വികാരം ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ഹൃദ്വികാരം എന്നാണ് വരുന്നത് എന്ന് ഓർക്കുക. ഇതിന് സിമിലർ ആയിട്ടുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്, ഹൃദ്വികാരം. ഇതെന്തുകൊണ്ടാണ് വരാത്തത്? ഈ ത് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, ത് അല്ല വരാനുള്ളത്, ആ ത് പോയി ദ ആണ് വരാനുള്ളത്. അപ്പം ഇതാണ് ഉത്തരം. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, ഇത് 2014 പത്തനംതിട്ട ജില്ലയിൽ LDC എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. നോക്കാം. ആന പ്ലസ് ഭ്രാന്ത്. ആന പ്ലസ് ഭ്രാന്ത് എങ്ങനെയാണ് ചേർത്തെഴുതുന്നത്? ഓപ്ഷൻസ് നോക്കുക. ഓപ്ഷൻ എ ആനഭ്രാന്ത്, ഓപ്ഷൻ ബി ആന ഭ്രാന്ത്, ഓപ്ഷൻ സി ആന ഭ്രാന്ത്, ഓപ്ഷൻ ഡി ആന ഭ്രാന്ത്. എങ്ങനെയാണ് വരുന്നത്? ആന പ്ലസ് ഭ്രാന്ത് ചേർത്തെഴുതുമ്പോൾ ആന ഭ്രാന്ത് എന്നാണ് വരുന്നത്. എന്താണ്? ആന ഭ്രാന്ത്. അതായത് ആന കഴിഞ്ഞിട്ട് ബ എന്ന് പറയുന്ന ഒരു വർണ്ണം കൂടി വന്നു ചേർന്നു. ആന ഭ്രാന്ത് എന്നാണ് എഴുതുന്നത്. അടുത്ത ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം, ഇത് LDC ഇടുക്കി 2003 ചോദിച്ച ചോദ്യമാണ്. ആയുസ് പ്ലസ് വേദം. ആയുസ്സും വേദം എന്നീ പദങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്നത് എന്താണ്? ആയുസ് വേദം എന്നീ 2 പദങ്ങൾ ചേരുമ്പോൾ ഉണ്ടാകുന്നത് ഓപ്ഷൻ എ ആയുർവേദം, ഓപ്ഷൻ ബി ആയുവേദം, ഓപ്ഷൻ സി ആയുഷ് വേദം, ഓപ്ഷൻ ഡി ആയുർവേദം. ഏതാണ്? ആയുർവേദമാണ്. ഇത് പദശുദ്ധിക്കും പഠിച്ചു വെക്കുക. നമ്മൾ ആയുർവേദം ആയുർവേദം എന്നാണ് നമ്മൾ പറയാറ്, പക്ഷെ ആയുർവേദമല്ല. അതാണ് ഓപ്ഷൻ എ വരാത്തത്. എന്താണ്? ആയുർവേദമാണെന്നുള്ള കാര്യം ഓർക്കുക. ഈ 3 ചോദ്യവും PSC മുൻ വർഷം ചോദിച്ച ചോദ്യങ്ങളാണ്. ഇനി നമുക്ക് കുറച്ച് മാതൃകാ ചോദ്യങ്ങൾ നോക്കാം. കുറേ മാതൃകാ ചോദ്യങ്ങൾ, മോഡൽ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ആൻസർ അങ്ങ് വന്നോളും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, ഉത് പ്ലസ് ഘാടനം എങ്ങനെ ചേർത്തെഴുതാം? ഉത് പ്ലസ് ഘാടനം എങ്ങനെ ചേർത്തെഴുതാം? ഓപ്ഷൻസ് ശ്രദ്ധിക്കുക. ഉദ്ഘാടനം, 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 ഉദ്ഘാടനം. അപ്പോൾ ശ്രദ്ധിക്കുക, കൂടുതലും ചേർത്തെഴുത്തിൽ വരുന്നത് ആദേശ സന്ധി ആയിരിക്കും. ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെക്കുക. കൂടുതലും ചേർത്തെഴുത്തിൽ വരുന്ന എന്ത് സന്ധി ആയിരിക്കും? ആദേശ സന്ധി. അതായത് ഒരു വർണ്ണം പോയി മറ്റൊരു, ആ സ്ഥാനത്ത് തന്നെ മറ്റൊരു വർണ്ണം വന്നു ചേരുക. വർണ്ണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ക എന്ന് പറയുന്നത് ഒരു അക്ഷരമാണ്. ക എന്ന് പറയുന്ന അക്ഷരത്തെ നമുക്ക് എങ്ങനെ എഴുതാം? ക പ്ലസ് ആ എന്ന് എഴുതാം.
ക് പ്ലസ് ആ. അതായത് ഒരു അക്ഷരത്തെ വർണ്ണങ്ങളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ വർണ്ണങ്ങൾ കൂടി ചേർന്നാണ് എന്തുണ്ടാകുന്നത് എന്ന് പറയാം? അക്ഷരം ഉണ്ടാവുന്നത് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ക് എന്ന് പറയുന്നത് എന്താണ്? വർണ്ണമാണ്. ആ എന്ന് പറയുന്നത് സ്വരമാണ്. അപ്പോൾ ക് എന്ന് പറയുന്ന വർണ്ണവും ആ എന്ന് പറയുന്ന സ്വരവും കൂടെ ചേർന്നിട്ടാണ് ക എന്ന് പറയുന്ന വ്യഞ്ജനാക്ഷരം ഉണ്ടായത് എന്ന് ഓർക്കുക. ക്ലിയർ ആണല്ലോ? അപ്പം ഈ വർണ്ണം, ഇങ്ങനത്തെ വർണ്ണം പോയി, ഒരു വർണ്ണം പോയിട്ട് മറ്റൊരു വർണ്ണം വന്നു ചേരുക, അതാണ് ആദേശ സന്ധി. ഇവിടെ നോക്കുക, അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഉത് പ്ലസ് ഘാടനം. ഉത്തരം ഓപ്ഷൻ ബി ആണ്, ഉദ്ഘാടനം. എന്താണ്? ഉദ്ഘാടനം. ഇവിടെ എന്താ സംഭവിച്ചത്? ത് എന്ന് പറയുന്ന വർണ്ണം പോയിട്ട് ദ് എന്ന് പറയുന്ന വർണ്ണം വന്ന് ചേർന്നു. ഇതാണ് ഇത് ചേർത്തെഴുതുന്നത്, ഉദ്ഘാടനം. ക്ലിയർ ആയല്ലോ? അടുത്തത് ശരത് പ്ലസ് ചന്ദ്രൻ. ശരത് പ്ലസ് ചന്ദ്രനെ എങ്ങനെയാണ് നമ്മൾ ചേർത്തെഴുതുന്നത്? ശരത് ചന്ദ്രൻ, ശരത് ചന്ദ്രൻ, ശരത് ചന്ദ്രൻ, ശരത് ചന്ദ്രൻ. ഇവിടെയും ശ്രദ്ധിക്കുക, ത് എന്ന് പറയുന്ന വർണ്ണം പോയിട്ട് ച് എന്ന് പറയുന്ന വർണ്ണം വന്ന് ചേരുകയാണ്. ഓക്കെ, അപ്പൊ ഏതാ ഉത്തരം വരുന്നത്? ശരത്ചന്ദ്രനാണ് ഉത്തരം വരുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ത് പോയിട്ട് എങ്ങനെയാണ് ഇവിടെ ഇച്ച വന്നത്? ശരിക്കും പറഞ്ഞാൽ ത് പോയിട്ട് ഇവിടെ ച് ആണ് വന്നത്. ത് പോയിട്ട് എന്താ വന്നത്? ച് ആണ് വന്നത്. പിന്നെ ഇവിടെ ഒരു ചായയും കൂടെ കിടക്കുന്നത് കണ്ടോ? അപ്പോൾ ആ ചായയും കൂടെ ചേർന്നു. അപ്പോൾ ച് പ്ലസ് ച എന്നായിട്ടുണ്ട്. അതാണ് ഇവിടെ എന്തായത്? ഇച്ചയായത്. ച് പ്ലസ് ചായാണ് ഇച്ച. ക്ലിയർ ആയോ? അപ്പോൾ ഈ ത് എന്ന് പറയുന്ന വർണ്ണം, സോറി, ഇവിടെ ത് എന്ന് പറയുന്ന വർണ്ണം പോയിട്ട് ച് എന്ന് പറയുന്ന വർണ്ണം വന്നു. ആ ചും ഇവിടുത്തെ ചായയും കൂടെ ചേർന്നിട്ട് എന്തായി? ഇച്ചയായി. ഇങ്ങനെയാണ് ഇത് ചേർത്തെഴുതുന്നത്. ഇവിടെയും സന്ധി ഏത് തന്നെയാണ്? ആദേശ സന്ധിയാണ്. ഉത്തരം ശരത്ചന്ദ്രൻ ആണെന്നുള്ള കാര്യം ഓർക്കുക. അടുത്ത മൂന്നാമത്തത് ദിക് പ്ലസ് വിജയം. ദിക്ക് പ്ലസ് വിജയം എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്? മനസ്സിലോർക്കുക, ആദേശ സന്ധി. അപ്പം ദിക്ക് പ്ലസ് വിജയം എങ്ങനെയാണ്? ദിഗ്വിജയം, 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 ദിവിജയം. ഇതെങ്ങനെയാണ് എഴുതുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇവിടുത്തെ വർണ്ണം ഏതാണ്? ക് അല്ലേ ഇവിടുത്തെ വർണ്ണം. അപ്പോൾ ഈ ക് എന്ന് പറയുന്ന വർണ്ണം പോയിട്ട് ഗ വരികയാണ്. ഓക്കെ, അപ്പം ക് എന്ന് പറയുന്ന വർണ്ണം പോയിട്ട് ഗ വന്നു. ഈ ഗന്റെ കൂടെ വായുടെ ചിഹ്നം, അതായത് ഇവിടെ വാ കിടപ്പുണ്ടല്ലോ, ആ വായുടെ ചിഹ്നവും കൂടി ചേർന്നിട്ടാണ് ഗ്വാ ഫോം ചെയ്തത്. അപ്പോൾ ചേർത്തെഴുതുമ്പോൾ എങ്ങനെയാണ് വരുന്നത്? ദിഗ്വിജയം എന്നാണ് പറയുന്നത്. ഇതാണ് ഉത്തരം. അപ്പം ഗ ആണ് ഇവിടെ വന്നു ചേർന്നത്. അതിൻ്റെ കൂടെ ഈ വായും കൂടെ ചേർന്നിട്ട് ഗ്വാ ആയി. എന്നിട്ട് ഈ അടയാളം ഇട്ട് കൊടുത്തു, ദിഗ്വിജയം. ഇതല്ല, ബി അല്ല ഉത്തരം. കാരണം ഗ, ഇവിടെ ഗ വന്നതിന് ശേഷം ഗയുടെ അടുത്ത് ആര് കിടപ്പുണ്ട്? വാ കിടപ്പുണ്ട് അല്ലേ? അപ്പം വായും കൂടെ ചേരുമ്പോൾ വ എന്നൊരു ചിഹ്നം വരും. അതാണ് സി ഉത്തരം വരാൻ കാരണം, ദിഗ്വിജയം. ക്ലിയർ ആയല്ലോ? ഇനി നാലാമത്തെ ചോദ്യം, അന്ത പ്ലസ് ഛിദ്രം എങ്ങനെയാണ് കൂട്ടിച്ചേർക്കുന്നത്? അന്ത പ്ലസ് ഛിദ്രം കൂട്ടിച്ചേർക്കുമ്പം എങ്ങനെ വരും? അന്തഛിദ്രം, 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 അന്തഛിദ്രം. ഉത്തരം അന്തഛിദ്രമാണ്. ഇവിടെ ഒരു വർണ്ണം വന്നു ചേരുകയാണ് ഉണ്ടായത്, ഒന്നും പോയിട്ടില്ല. ഇവിടെ ഈ ഒരു ചിഹ്നം കണ്ടോ? ഈ സ്ഥാനത്ത് വേറൊരു ചിഹ്നം അല്ലെങ്കിൽ വർണ്ണം വന്നു ചേരുകയാണ് ചെയ്തത്. അപ്പം ഇതാണ് ഉത്തരം, അന്തഛിദ്രം, അന്തഛിദ്രം. ഈ നാലും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം നോക്കാം. വിദ്യുത് പ്ലസ് ശക്തി. വിദ്യുത് പ്ലസ് ശക്തി എങ്ങനെയാണ് നമ്മൾ ചേർത്തെഴുതുന്നത്? ഓപ്ഷൻ എ വിദ്യുത് ശക്തി, ഓപ്ഷൻ ബി വിദ്യുത് ശക്തി, ഓപ്ഷൻ സി വിദ്യുത് ശക്തി, ഓപ്ഷൻ ഡി വിദ്യുത് ശക്തി. അപ്പോൾ ഇവിടെ നോക്കുക, വിദ്യുത് പ്ലസ് ശക്തിയാണ് നമുക്ക് ചേർത്തെഴുതാൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ നോക്ക്, ഒരു മാറ്റവും ഇല്ലാതെ എഴുതിയേക്കുവാണ് വിദ്യുത് ശക്തി. അപ്പോൾ അതെന്തായാലും വരത്തില്ല, എന്തെങ്കിലും മാറ്റം വരണം. ഇതല്ല, വിദ്യുത് ശക്തി, അതായത് ഇവിടെ ത് എന്ന് പറയുന്നത് ഇല്ലാണ്ടായിരിക്കുകയാണ്. ഇതല്ല ഉത്തരം, വിദ്യുത് ശക്തി എന്ന് പറയാറില്ല. അടുത്ത ഓപ്ഷൻ ഡി നോക്കുക, വിദ്യുത് ശക്തി, വിദ്യുത് ശക്തി എന്ന് പറയാറില്ല. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ്, വിദ്യുത് ശക്തി. അതായത് ഇവിടെ ത് പോയിട്ട് ച് വന്നിട്ടുണ്ട്. ആ ചും ഷായും കൂടെ ചേർന്നിട്ടാണ് ഷ ആയിരിക്കുന്നത്. അപ്പോൾ വിദ്യുത് ശക്തിയാണ് കറക്റ്റ് വേർഡ്, വിദ്യുത് ശക്തി. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത് പുളി പ്ലസ് കുരു. പുളി പ്ലസ് കുരു എങ്ങനെയാണ് നമ്മൾ ചേർത്തെഴുതുന്നത്? ഓപ്ഷൻ എ പുളിങ്കുരു,
ഓപ്ഷൻ ബി പുളിങ്കുരു, ഓപ്ഷൻ സി പുളിൻകുരു, ഓപ്ഷൻ ഡി പുളിക്കുരു. അപ്പോൾ പുളി പ്ലസ് കുരു എന്ന് പറയുന്നത് ആഗമസന്ധിയാണെന്നുള്ള കാര്യം ഓർക്കുക. ആഗമസന്ധി എന്ന് പറഞ്ഞാൽ ഒരു വർണ്ണം വന്നു ചേരുന്നതാണ്, പുതിയതായിട്ട് ഒരു വർണ്ണം വന്നു ചേരുന്നതാണ് ഏത്? ആഗമസന്ധി. അപ്പോൾ ഇവിടെ പുളി പ്ലസ് കുരു പുതിയതായിട്ട് വന്നു ചേരുന്ന വർണ്ണം ഏതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ങ് ആണ് പുതിയതായിട്ട് വന്നു ചേരുന്ന വർണ്ണം. ഈ ങും ഇതിന്റെ തൊട്ടടുത്തുള്ള കായുമായിട്ട് ചേർന്നിട്ടാണ് ഇങ്കയാവുന്നത്. അപ്പൊ ഇങ് പുതിയതായിട്ട് വന്നു ചേരുന്ന ഒരു വർണ്ണമാണ്, അതും ഇതിന്റെ അടുത്തുള്ള കായുമായിട്ട് ചേർന്ന് ഇങ്കയാവുന്നു. എന്നിട്ട് ബാക്കി എഴുതുന്നു ഗുരു. അപ്പൊ ഏതാണ് ഉത്തരം? പുളിങ്കുരു. പുളിങ്കുരു ആണ് ഉത്തരം. ഇതിന്റെ റീസൺ ഇതാണ്, ആഗമസന്ധിയാണ്. അപ്പം ങ് എന്ന് പറയുന്ന വർണ്ണം വന്നു ചേരുന്നു, അതിന് തൊട്ടടുത്തുള്ള കായുമായിട്ട് യോജിക്കുന്നു, ഇങ്കയാവുന്നു. അങ്ങനെയാണ് പുളിങ്കുരു ആയത്. ക്ലിയർ ആയല്ലോ? ഇനി ഏഴാമത്തെ ചോദ്യം, ജീവത് പ്ലസ് ശവം. ജീവത് പ്ലസ് ശവം എങ്ങനെയാണ് ചേർത്ത് എഴുതുന്നത്? ഓപ്ഷൻ എ ജീവത് ശവം, ഓപ്ഷൻ ബി ജീവത് ശവം, ഓപ്ഷൻ സി ജീവത് ശവം, ഓപ്ഷൻ ഡി ജീവത് ശവം. അപ്പൊ ഓപ്ഷൻ എ നോക്കുക, ജീവത് ശവം അതുപോലെ എഴുതി വെച്ചേക്കുവാണ്, തെറ്റാണത്. അടുത്തത് ഓപ്ഷൻ ബി നോക്കുക, ഇത് പോയി ഇവിടുന്ന്, ജീവശവം എന്ന് പറയാറില്ല. ഓപ്ഷൻ സി നോക്കുക, ജീവശവം എന്ന് പറയാറില്ല. പിന്നെ ഏതാ ഉത്തരം? ഓപ്ഷൻ ഡി ആണ്, ജീവശവം ആണ് കറക്റ്റ് ആൻസർ. ത് പോയിട്ട് ച് വന്നു ചേർന്നു. ക്ലിയർ ആയല്ലോ? ഈ 7 ക്വസ്റ്റ്യൻസ് നോക്കിയപ്പം നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് യോജിപ്പിച്ച് എഴുതുന്നത് എന്ന്. അപ്പം ഞാൻ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരികയാണ്. ഇതാണ് ചോദ്യം. ഹൃദ് പ്ലസ് അന്തം. ഹൃദ് പ്ലസ് അന്തം എങ്ങനെയാണ് ചേർത്തിരുന്നത്? ഓപ്ഷൻസ് കൃത്യമായിട്ട് നോക്കുക, എഴുതിയെടുക്കുക. ഹൃദന്തം, ഹൃദന്തം, ഹൃത്തന്തം, ഹൃദയന്തം. അപ്പോൾ ഹൃദ് പ്ലസ് അന്തം ഞാൻ പറഞ്ഞ റൂൾസ് വെച്ച് നോക്കിയിട്ട് ഏതാണ് ഉത്തരം വരുന്നതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഉത്തരം താഴെ കമൻറ്റ് ചെയ്യുക. എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ചെയ്യുക. ഇനി റിവിഷന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ ആപ്പ് PSC ചലഞ്ചർ ഒന്ന് ട്രൈ ചെയ്യൂ. നല്ല ആപ്പാണ്, പ്രോപ്പറായിട്ട് റിവിഷൻ ചെയ്യാൻ പറ്റിയ ആപ്പാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. വീണ്ടും കാണാം. താങ്ക്